പ്രിയമുള്ളവരെ, ഇന്ന് PLT ബ്ലോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്ളോഗിംഗ് വീഡിയോ ആണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരൊക്കെ പ്രവാസികളാണ്. ഞാൻ മാത്രമേ പ്രവാസി ഇല്ലാത്തുള്ളൂ. എങ്കിലും അവരെ കൂടി ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ടൂർ പോകാറുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ടൂർ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ ഇവരുടെ അടുത്താണ്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ആ പ്ലാൻ നമ്മൾ ഇവരോട് ചോദിക്കാൻ പോകണം. അപ്പോൾ ആദ്യം അസുഖം പറയും. നമ്മൾ നിലമ്പൂർ വഴി പോയിട്ട് ആ പിന്നെ ഗൂഡല്ലൂർ വഴി അങ്ങനെ ഉം. ഗുണ്ടൽപേട്ട വഴി മൈസൂര് ഉം, ഉം. ഇതാണ് നമ്മളെ പ്ലാൻ ഉണ്ട്. എന്നാണ് നമ്മൾ പ്ലാന്. അപ്പൊ ഇനി പ്ലാനൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ എന്തായാലും നമ്മൾ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാണല്ലേ? നമസ്കാരം കഴിഞ്ഞ് മലപ്പുറത്തല്ലത്? ഇത് മലപ്പുറം സലാത്ത് നഗർ സലാത്ത് നഗർ. ശരി, ഓക്കെ. അങ്ങനെ പ്രിയമുള്ളവരെ, സുബഹി നിസ്കാരത്തിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ യാത്ര ആരംഭിക്കണം. അതിനിടയിൽ രാവിലത്തെ ഒരു ചെറിയ ഭക്ഷണം എന്ന നിലയ്ക്ക് ഒരു ഹോട്ടലിൽ ഇറങ്ങിയതാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ കൂടെ തന്നെ ഉണ്ട്. യാത്ര തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൈസൂരാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് ഗൂഡല്ലൂർ വഴി പോകുന്ന വഴിയിൽ നമുക്ക് വനത്തിലൂടെ കറങ്ങാനുണ്ട്. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ അടുത്തു കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപുറകിലായിട്ട് ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ട ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ, തുടർന്ന് വരാനുള്ളൊരു വീഡിയോയിലും കൂടി. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ട്രാവലിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ വിവിധങ്ങളായ വിശേഷങ്ങളുമായിട്ട് ഇനിയും കടന്നു വരുന്നുണ്ട്. ഓരോരോ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത രീതിയും അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പിന്തുണയുമാണ് അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പ്രോത്സാഹനം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്ര ആരംഭിച്ചത് മലപ്പുറത്ത് നിന്ന് മഞ്ചേരി, എടക്കര, നിലമ്പൂർ വഴി നാടുകാണി ചുരം കവർ ചെയ്ത് മുന്നോട്ടാണ്. ഇപ്പോൾ നമ്മൾ നാടുകാണി ചുരത്തിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഗൂഡല്ലൂർ എത്തിച്ചേരണം. ഗൂഡല്ലൂർ എത്തിച്ചേർന്നതിന് ശേഷമാണ് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ബന്ദിപ്പൂർ കാട്ടിലൂടെ നമുക്ക് ഗുണ്ടൽപേട്ട എത്തിച്ചേരണം. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ യാത്രയിൽ ഞങ്ങൾക്ക് കാണാനിടയായ കാട്ടിനുള്ളിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കാണാനുണ്ട്. യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ബോർഡുകൾ വരുന്നുണ്ട്. നാടുകാണി ചുരം കയറുമ്പോഴും ആനയുടെ കടന്നുവരവിനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ബോർഡുകളൊക്കെ സിഗ്നലായിട്ട് വരുന്നുണ്ട്. അവിടെ ആ ചുരത്തിൽ പലപ്പോഴും ആന ഇറങ്ങാറുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. കാണാൻ കിട്ടുമോ നോക്കല്ലേ? ഭാഗ്യം പോലെ എത്തും. ഈ സമയം പുതുമല ഫോറസ്റ്റ് ലോകാണ് കേട്ടോ. ഇവിടെ ഹിമാലയം പറഞ്ഞിട്ട് അടിപൊളി 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 അടിപൊളി.
പ്രിയമുള്ളവരെ, ദൂരെയായി കാട്ടാനകളെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നല്ല, ഒന്നുകൂടി അതിൻ്റെ പുറകിലായിട്ടുണ്ട്. നമുക്കതും കൂടി കാണാനുണ്ട്. സിംഹവാലൻ കുരങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ കൂടുതൽ സമയം അവർക്ക് മുമ്പിൽ വാഹനം നിർത്തിയിടാൻ സാധിക്കില്ല. കാരണം അവർ ശുഭിതരായി കഴിഞ്ഞാൽ നമുക്ക് നേരെ അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവും. മാത്രമല്ല വനപാലകരുടെ ഫൈന്, അതല്ലെങ്കിൽ നിയമം നമ്മൾ തെറ്റിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ നേരിടേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ സമയം നമുക്കിവിടെ ബ്ലോക്കായി നിൽക്കാൻ സാധിക്കില്ല. കാര്യം അവർ സ്വൈര്യമായിട്ട് അവരുടെ ലോകത്ത് ജീവിക്കുകയാണ്. അവർക്ക് ശല്യമുണ്ടാക്കാതെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം ഈ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ. കാര്യം അവരൊക്കെ സ്വതന്ത്രമായിട്ട് വാഴട്ടെ. നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കണം നാം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ കേരളം കടന്ന് തമിഴ്നാടിലൂടെ സഞ്ചരിച്ച് പുതുമല ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ച് ഇനി കർണാടകയിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോർഡുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ടൈഗർ പാർക്കും മറ്റൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോരോ ഏരിയകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ബോർഡും അവിടെ സൂചന നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് സിംഹവാലൻ കുരങ്ങൻ. പിന്നിട്ട വഴികൾ നിങ്ങൾ കാട്ടാനകളെ കണ്ടിട്ടുണ്ടാവും, ഒരൽപ്പം മാനുകളൊക്കെ ആയിട്ട്. ഇനി മുന്നോട്ടുള്ള കാഴ്ചകളിൽ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വനത്തിലൂടെയുള്ള യാത്രയാണ്, ട്രാവലിംഗ് വീഡിയോ ആണ്. പ്രത്യേകിച്ചും ഇവിടെ നിന്നും വാഹനം നിർത്തി ഇവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നും ഒപ്പിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ നിയമവിരുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിരന്തരം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവരൊക്കെ സ്വൈര്യമായി ജീവിക്കേണ്ടവരാണ്. അവരുടെ കേന്ദ്രങ്ങളാണിതൊക്കെ, അവരുടെ ഭവനങ്ങളാണ്. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഇടങ്ങളിൽ അവരെ കാണാനും ലൈവായിട്ട് അവരെ നോക്കി കാണാനുള്ള അവസരം, സാഹചര്യം നമ്മൾ ഒരുക്കുമ്പോൾ തന്നെ, നമുക്ക് കാണാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവരുടെ ഏരിയയിൽ പോയിട്ട് നമ്മൾ കടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെന്താ സംഭവം എന്നൊരു ഐഡിയ കിട്ടിയില്ലല്ലേ? ഇത് അറിയുന്നവരും ഇങ്ങോട്ട് പറഞ്ഞുതരും. നമ്മളെന്താണ് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പതുക്കെ പോകുന്നു. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ കാട്ടിനോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാട് അവസാനിച്ചതിന് ശേഷം കർണാടകയിലെ ഗ്രാമങ്ങളും അവിടുത്തുകാരുടെ കൃഷിയും മറ്റൊക്കെയാണ് നമ്മൾ സൈഡിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പസമയം വിശ്രമിക്കണമെന്നുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് വേണം ഇനി യാത്ര തുടരാൻ. അടുത്തതായി നമുക്ക് എത്തിച്ചേരേണ്ടത് ഗുണ്ടൽപേട്ടയിലാണ്. ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് മൈസൂർ ടൗണും ലക്ഷ്യം വെച്ച് പോകാനുള്ളത്. ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാടും കൂടിയാണ് മൈസൂർ. മൈസൂരിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ഇവിടെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലെയൊക്കെ ചായക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ആസ്വദിച്ച് കുടിക്കുകയാണ് പ്രിയ കൂട്ടുകാരൻ. അങ്ങനെയുണ്ട് തമിഴ്നാട് ചായ. എന്തോ കർണാടകയാണല്ലേ? സോറി കേട്ടോ, കർണാടക ടീ എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ ചാനൽ ഉഷാറാ? ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ അപാര രുചിയായിരിക്കും. അതാണ്. ഒരു മുറുക്ക് കുടിച്ച് അത് കർണാടക ടീൻ്റെ ടേസ്റ്റ് പറയും. ഒന്നും പറയാനില്ല. അങ്ങനെയുണ്ട്. നമ്മളെ നാട്ടിലത്തെ ചായ ഇത് തമ്മിൽ എന്താ തോന്നുന്നത്? നമ്മളെ നാട്ടിലത്തെ ചായ കൊലവെള്ളം, ഇത് ചായ. നാട്ടിലത്തെ ചായ കൊലവെള്ളമാണ്, ഇത് ചായയാണ്. നാട്ടിൽ കേൾക്കണ്ട. ക്ലാസ് കുടിച്ചാൽ ഓക്കെ. ശർക്കര ചായയാണോ സംശയം? ശർക്കര ആണോ സംശയമുണ്ടല്ലേ? അങ്ങനെ പ്രിയമുള്ളവരെ, കർണാടകയിലെ ചായയുടെ രുചിയെക്കുറിച്ചാണ്
പ്രിയ സുഹൃത്തുക്കളൊക്കെ നമ്മോട് സംസാരിച്ചത്. എന്തായാലും അവിടെ ആ വിശ്രമ സമയങ്ങളിൽ ധാരാളം സൂര്യകാന്തി ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സൂര്യകാന്തി പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് അതിനിടയിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. ഒരുപക്ഷെ ആ തോട്ടത്തിൻ്റെ നോക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് കൊടുത്താൽ നമുക്ക് ആ തോട്ടത്തിനുള്ളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും വഴിയരികിൽ കണ്ട ചായക്കടയിൽ നിന്നും രുചികരമായ ചായയും കുടിച്ച് ആ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇവിടെ 4 ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ 6 ലൈനാണ് വന്നിട്ടുള്ളത് പുതിയതായിട്ട്, 6 വരിപ്പാത. അപ്പോൾ എന്തായാലും അതിലൂടെയുള്ള യാത്രകളാണ്. ആ യാത്രക്കിടയിൽ ഇരു സൈഡിലുമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് മനസ്സിന് ഒത്തിരി സന്തോഷം നൽകിയ കാഴ്ചകളൊക്കെയാണ്. യാത്ര വീഡിയോ അതുപോലെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഇത്തരം കാഴ്ചകൾ ഒത്തിരി ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇനി കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഈ യാത്ര അവസാനിക്കുന്നത് മൈസൂരിലാണ്. മൈസൂർ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഒത്തിരി പുരോഗമനങ്ങളൊക്കെ അവിടെ വന്നു എന്ന് മനസ്സിലാക്കി വരാനുള്ള കാഴ്ചകളിൽ സുന്ദരമായ ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പാട്ടിലൂടെ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായവർ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും തുടർന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.